കണ്ണൂർ ഏറ്റുകുടുക്കയിൽ ബൂത്ത് ലെവൽ ഓഫീസർ ജീവനൊടുക്കി. മരിച്ചത് പയ്യന്നൂർ മണ്ഡലം 18-ാം ബൂത്തിലെ BLO അനേഷ് ജോർജ്. ജീവനൊടുക്കാൻ കാരണം SIR ജോലികളിലെ സമ്മർദ്ദമെന്ന് പിതാവ് ജോർജ്. ജോലി ഭാരത്തെക്കുറിച്ച് രാവിലെയും അനേഷ് പറഞ്ഞെന്ന് സുഹൃത്ത് ഷിജു. കണ്ണൂരിൽ BLO ജീവനൊടുക്കിയതിൽ ചൊല്ലി രാഷ്ട്രീയ വിവാദം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BLOമാരെ സമ്മർദ്ദത്തിലാക്കുന്നെന്ന് CPIM-ന്റെ BLO അനീഷിനെ ഭീഷണിപ്പെടുത്തിയെന്ന് കോൺഗ്രസ്. സമഗ്രാന്വേഷണം വേണമെന്നും DCC. ന്യൂസ് മലയാളം ബിഗ് എക്സ്ക്ലൂസീവ്. BJPയെ കൊടിയ പ്രതിസന്ധിയിലാക്കി ജീവനൊടുക്കിയ ആനന്ദ് K. തമ്പിയുടെ ശബ്ദ സംഭാഷണം പുറത്ത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ശേഷം BJPക്കാരിൽ നിന്നും വൻ സമ്മർദ്ദമെന്ന് ആനന്ദ്. 1/4 നൂറ്റാണ്ട് ജീവിതം സമർപ്പിച്ചിട്ടും പ്രസ്ഥാനം തന്നെ അപമാനിച്ചെന്നും ഫോൺ സംഭാഷണം. എല്ലാ ഭാഗത്തുനിന്നും ഉണ്ട്. അല്ല, അങ്ങനെയല്ല, ശത്രുക്കളാവുന്നു. മീൻസ് പല കൂട്ടുകാരന്മാരൊക്കെ ശത്രുക്കളാവും. കുര്യാത്തി പുത്തൻകോട്ട ശ്മശാനത്തിൽ ആനന്ദിന്റെ മൃതദേഹം സംസ്കരിച്ചു. വീട്ടിലെ അന്ത്യാഞ്ജലി അർപ്പിച്ച BJP നേതാവ് കരമന ജയൻ. BJP നേതാക്കൾ ജീവനൊടുക്കുന്നത് തുടർക്കഥയാകുമ്പോൾ നേതൃത്വം വെട്ടിൽ. ആനന്ദിനെ അവഹേളിച്ച് BJP നേതാക്കൾ. ആത്മഹത്യയ്ക്ക് കാരണം മാനസിക വിഭ്രാന്തിയെന്ന് B. ഗോപാലകൃഷ്ണൻ. ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള ചില മാനസിക വിഭ്രാന്തിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ ഒരു 10-15 പ്രാവശ്യം ആനന്ദ് BJP പ്രവർത്തകനല്ലെന്ന് S. സുരേഷ്. പരിഗണന പട്ടികയിൽ ഇല്ലായിരുന്നുവെന്ന് കരമന ജയൻ. BJPയിൽ പ്രവർത്തിച്ചാൽ ജീവൻ അപകടത്തിലാകുന്ന സ്ഥിതിയെന്ന് CPIM. തിരുവനന്തപുരം BJPയെ പ്രതിസന്ധിയിലാക്കി ജീവനൊടുക്കാനുള്ള വനിതാ നേതാവിന്റെ ശ്രമം. മഹിളാ മോർച്ച ജില്ലാ സെക്രട്ടറി ശാലിനി സനിൽ കൈത്തണ്ട മുറിച്ചത്. പ്രാദേശിക നേതാക്കൾ സ്ഥാനാർത്ഥിത്വത്തിന് എതിരെ രംഗത്ത് വന്നതോടെ പുറത്തിറങ്ങാൻ പറ്റാത്ത അപവാദ പ്രചാരണമെന്ന് ശാലിനി. എന്നെപ്പറ്റി വളരെ മോശമായിട്ട് സംസാരിക്കുകയും എന്നെ ഇവിടെ സ്ഥാനാർത്ഥിത്വത്തിൽ നിർത്താൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പാർട്ടിയെ പ്രഷർ ചെയ്യുകയും ചെയ്തിരുന്നു. പോരാത്തതിന് എൻ്റെ വ്യക്തിപരമായിട്ട് ഒരുപാട് അധിക്ഷേപിക്കുന്ന രീതിയിൽ പല പ്രചരണങ്ങളും നടത്തി എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ശാലിനിക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങളെന്ന് BJP നെടുമങ്ങാട് മണ്ഡലം കമ്മിറ്റി. ശബരിഗിരി ഇനി ശരണമന്ത്രങ്ങളാൽ മുഖരിതം. മണ്ഡലകാലത്തിനായി ശബരിമല നട തുറന്നു. പുതിയ മേൽശാന്തിയായി ED പ്രസാദും മാളികപ്പുറം മേൽശാന്തിയായി MG മനുവും ചുമതലയേറ്റു. ശ്രീകോവിലിന്റെ കട്ടിലപ്പാളിയിലെ സ്വർണം പരിശോധിക്കാൻ SIT സംഘം സന്നിധാനത്ത്. ചരിത്ര പ്രസിദ്ധമായ ദേവരഥ സംഗമത്തിനൊരുങ്ങി പാലക്കാട് കൽപ്പാത്തി. ഭക്തിസാന്ദ്രമായി അഗ്രഹാരങ്ങൾ. ദേവരഥങ്ങൾ മുഖാമുഖമെത്തുന്നത് കണ്ടുതൊഴാൻ പതിനായിരങ്ങൾ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPIM-ന് വിമത സ്ഥാനാർത്ഥി. ഉള്ളൂരിൽ മത്സരരംഗത്ത് ദേശാഭിമാനി തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫ് K. ശ്രീകണ്ഠൻ. കണ്ണൂർ ആന്തൂർ നഗരസഭയിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിന് പാർട്ടി സ്ഥാനാർത്ഥിയെ മാറ്റിയതിൽ വിമർശനവുമായി MV ഗോവിന്ദൻ. പ്രവർത്തകർ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നതിലെ വീഴ്ചയെന്ന് വിമർശനം. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ BJP സ്ഥാനാർത്ഥിയായി കാപ്പ കേസ് പ്രതി R. സുഗതനെ സ്ഥാനാർത്ഥിയാക്കിയത് വാഴോട്ടുകോണം വാർഡിൽ. ആലപ്പുഴയിൽ നിരോധിത പുകയിലക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ സ്ഥാനാർത്ഥിയാക്കി ഇടതുമുന്നണി. നഗരസഭയിൽ സ്ഥാനാർത്ഥിയാക്കിയത് CPIM മുൻപ് നടപടിയെടുത്ത ഷാനവാസിനെ.
നടൻ ജയന്റെ മകനാണെന്ന് അവകാശപ്പെടുന്ന കൊല്ലം സ്വദേശി മുരളിക്കെതിരെ പരാതി. സമൂഹമാധ്യമങ്ങളിലൂടെ കുടുംബത്തെ അവഹേളിക്കുന്നുവെന്ന് ജയന്റെ സഹോദര പുത്രി ലക്ഷ്മി. ജയൻ ഇങ്ങനൊരു മകനില്ല. മുരളി കുടുംബത്തെ വേട്ടയാടുന്നു. മുരളിയുടെ സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ നീക്കം ചെയ്യണമെന്നും ലക്ഷ്മി ന്യൂസ് മലയാളത്തോട്. കണ്ണൂർ പെരിങ്ങോം വെള്ളോറയിൽ യുവാവ് വെടിയേറ്റു മരിച്ചു. മരിച്ചത് എടക്കോ സ്വദേശി സിജോ. നായാട്ടിനിടെ അബദ്ധത്തിൽ വെടികൊണ്ടതെന്ന് നിഗമനം. കൂടെ ഉണ്ടായ സുഹൃത്ത് പോലീസ് കസ്റ്റഡിയിൽ. കൊല്ലത്ത് ആഭിചാരക്രിയയുടെ മറവിൽ 11-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഷിനു സ്വാമിക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തൽ. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചെന്ന് ട്രാൻസ്ജെൻഡർ യുവതി. സ്ത്രീകളോടുള്ള ഷിനു സ്വാമിയുടെ പെരുമാറ്റം മോശമെന്നും വെളിപ്പെടുത്തൽ. വർക്കലയിൽ ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ ചവിടി ട്രാക്കിലിട്ടത് പുനരാവിഷ്കരിച്ച് പോലീസ്. പ്രതി സുരേഷ് കുമാറിനെ കോച്ചിലെത്തിച്ച് തെളിവെടുത്തു. കേസിലെ പ്രധാന സാക്ഷിയെ തിരിച്ചറിഞ്ഞു. പ്രതിയെ സാഹസികമായി കീഴടക്കിയത് ബീഹാർ സ്വദേശി ശങ്കർ. PM ശ്രീയെ എതിർത്തത് ഇടതുപക്ഷം ഹിന്ദുത്വ വഴിയിലേക്ക് പോകരുത് എന്നതുകൊണ്ടെന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ. ഭരണത്തിൽ ശരിയല്ലെന്ന് തോന്നുന്നവ ചൂണ്ടിക്കാട്ടുമെന്നും സച്ചിദാനന്ദൻ. ശശി തരൂരും രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസിന്റെ ശോഭ കെടുത്തുന്നുവെന്ന് MN കാരശ്ശേരി ന്യൂസ് മലയാളത്തോട്. ചെങ്കോട്ട ഭീകരാക്രമണത്തിൽ നിർണായക കണ്ടെത്തലുമായി അന്വേഷണ സംഘം. ഉമറിന്റെ ശരീരാവശിഷ്ടങ്ങളിൽ സ്ഫോടക വസ്തു സാന്നിധ്യം തിരിച്ചറിഞ്ഞു. സുപ്രധാന കണ്ടെത്തൽ കാൽമുട്ട്, കാൽപാദം, ഷൂ എന്നിവയുടെ പരിശോധനയിൽ. അൽഫല സർവകലാശാലയ്ക്കെതിരെ FIR ഇട്ട് ഡൽഹി പോലീസ്. ബീഹാറിലെ മന്ത്രിസഭാ രൂപീകരണത്തിൽ NDAയിൽ ഏകദേശ ധാരണ. BJPക്ക് 15ഉം JDUവിന് 14 മന്ത്രിമാർ. ചിരാഗ് പാസ്വാന്റെ LJPക്ക് 3 മന്ത്രിസ്ഥാനമെന്നും സൂചന. MLAമാരുടെ യോഗം വിളിച്ച് BJP. സത്യപ്രതിജ്ഞ ഈ മാസം 19-ന് നടന്നേക്കും. ബീഹാറിലെ RJDയുടെ തോൽവിക്ക് പിന്നാലെ ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിൽ അന്ധഛിദ്രം. തനിക്ക് നേരെ ചെരുപ്പ് പൊങ്ങിയെന്നും അസഭ്യവർഷമുണ്ടായെന്നും ലാലുവിന്റെ മകൾ. താൻ അനാഥയായെന്നും രോഹിണി ആചാര്യ. അതിക്രമം, കുടുംബ ബന്ധം ഉപേക്ഷിക്കുന്നുവെന്ന രോഹിണിയുടെ പോസ്റ്റിന് പിന്നാലെ. സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയിയെ അവഹേളിച്ച് BJP നേതാവും മധ്യപ്രദേശ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായ ഇന്ദർ സിംഗ് പർമാർ. മോഹൻ റോയ് ബ്രിട്ടീഷ് ഏജന്റ്. ജാതിയുടെ പേരിൽ ഇന്ത്യൻ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയതോടെ കൂട്ടമായി മതപരിവർത്തനം നടന്നെന്നും ഇന്ദർ സിംഗ്. മന്ത്രിക്ക് ചരിത്രബോധമില്ല എന്ന് കോൺഗ്രസ്. വിവാദമായതോടെ നാക്കുപിഴയെന്ന പർമാറിന്റെ ന്യായീകരണം. കോഫി ഹൌസ് ഭീമനായ സ്റ്റാർബക്സ് ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനവുമായി ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനി. മാന്യമായ വേതനത്തിനായി സമരം ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം. തൊഴിലാളികൾ തെരുവിൽ തുടരുമ്പോൾ സ്റ്റാർബക്സിൽ നിന്ന് താൻ ഒന്നും വാങ്ങില്ലെന്ന് മംദാനി. മെക്സിക്കോയിൽ പ്രസിഡന്റ് ക്ലോഡിയ ഷെയിൻബോമിനെതിരായ ജൻസി പ്രക്ഷോഭത്തിൽ സംഘർഷം. ഏറ്റുമുട്ടി പ്രതിഷേധക്കാരും പോലീസും. മാർച്ചിൽ അണിനിരന്നത് 10,000. വലതുപക്ഷം സ്പോൺസർ ചെയ്യുന്ന പ്രതിഷേധമെന്ന് ഭരണകൂടം. ഗാസയെ വിഭജിക്കാൻ അമേരിക്കൻ പദ്ധതിയെന്ന് റിപ്പോർട്ട്. അന്താരാഷ്ട്ര സൈനിക നിയന്ത്രണത്തിലുള്ള ഗ്രീൻ സോൺ നിർമ്മിക്കാൻ പദ്ധതി. തീരദേശ മേഖലയിലെ റെഡ് സോണിലേക്ക് പലസ്തീനികൾ പരിമിതപ്പെടും. പേമാരി തുടങ്ങിയതോടെ ടെന്റുകളിൽ താമസിക്കുന്ന പലസ്തീനികൾക്ക് നരക ജീവിതം. വനിതാ പ്രസിഡന്റിനെ സ്വീകരിക്കാൻ അമേരിക്ക ഇതുവരെ സജ്ജമായിട്ടില്ല എന്ന് മിഷേൽ ഒബാമ. പരാമർശം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കമല ഹാരിസിന്റെ പരാജയം ചൂണ്ടിക്കാട്ടി. രാജ്യം നയിക്കാൻ സ്ത്രീക്ക് കഴിയില്ലെന്ന് കരുതുന്ന പുരുഷന്മാർ US-ലുണ്ടെന്നും മിഷേൽ. ഇംഗ്ലണ്ടിനെ വെള്ളക്കെട്ടിലാഴ്ത്തി ക്ലോഡിയ കൊടുങ്കാറ്റ്. നദികൾ കരകവിഞ്ഞു. വീടുകളിൽ വെള്ളം കയറി. പൊതുഗതാഗത സംവിധാനം താറുമാറായി. കൊടുങ്കാറ്റ് UK-യിലേക്ക് കടന്നത് പോർച്ചുഗലിനും സ്പെയിനിലും നാശം വിതച്ചതിന് ശേഷം.
ലഹരിക്കടത്ത് ആരോപിച്ച് പസഫിക് തീരത്ത് വീണ്ടും ബോട്ടുകൾ ആക്രമിച്ച അമേരിക്ക. 4 പേർ കൊല്ലപ്പെട്ടു. ലാറ്റിൻ അമേരിക്കൻ തീരത്ത് ബോട്ടുകൾക്ക് നേരെ അമേരിക്ക നടത്തുന്ന 20ാമത്തെ ആക്രമണം. ഇതുവരെ കൊല്ലപ്പെട്ടത് 80ഓളം പേർ. എമ്പുരാൻ സിനിമാ വിവാദങ്ങളിൽ തുറന്നു പറച്ചിലുമായി സംവിധായകൻ പൃഥ്വിരാജ്. ഷൂട്ടിംഗ് തുടങ്ങിയത് നായകനോടും നിർമ്മാതാവിനോടും തിരക്കഥാ രൂപത്തിൽ കഥ പറഞ്ഞ ശേഷം. രാഷ്ട്രീയം പറയാൻ കോടികൾ മുടക്കി സിനിമ ചെയ്യേണ്ട ആവശ്യമില്ല. സമൂഹ മാധ്യമങ്ങളിലെ ഒരു പോസ്റ്റ് ഇട്ടാൽ പോരെയെന്നും ചോദ്യം. Bigger, hopefully better, and definitely more audacious than ever before. Thank you once again for being here, and see you all at the movies. എന്താ മാഷേ അടിപൊളി. നമുക്ക് കൊച്ചിയിലും കാണണം സർ. സോഷ്യൽ മീഡിയയിൽ വൈറലായ സംവിധായകൻ SS രാജമൗലിയുടെ മലയാളം. എന്താ മാഷേ അടിപൊളി എന്ന് പൃഥ്വിരാജിനോട് രാജമൗലി. കൊച്ചിയിൽ കാണാമെന്ന് പൃഥ്വിയുടെ മറുപടി. വൈറൽ സംഭാഷണം പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ചിനിടെ. കൊൽക്കത്ത ടെസ്റ്റിൽ ഇന്ത്യക്ക് തോൽവി. ദക്ഷിണാഫ്രിക്കയുടെ ജയം 30 റൺസിന്. 124 റൺസ് പിന്തുടർന്ന ഇന്ത്യ 93 റൺസിന് പുറത്ത്. 2 ഇന്നിംഗ്സിലുമായി 8 വിക്കറ്റ് വീഴ്ത്തിയ സിമോൺ ഹാമ കളിയിലെ താരം. ഈഡൻ ഗാർഡൻസിലെ സ്പിൻ പിച്ചിനെതിരെ വ്യാപക വിമർശനം. ടെസ്റ്റിനെ കൊല്ലുന്ന പിച്ചെന്ന് മുൻ താരം ഹർഭജൻ സിംഗ്. ഇന്ത്യ ആവശ്യപ്പെട്ട പ്രകാരമാണ് പിച്ച് തയ്യാറാക്കിയതെന്ന് ബംഗാൾ അസോസിയേഷൻ പ്രസിഡന്റ് സൗരവ് ഗാംഗുലി. പരാതിയില്ലെന്ന് കോച്ച് ഗൗതം ഗംഭീർ. ലോകകപ്പ് യോഗ്യത ഉറപ്പിക്കാൻ പോർച്ചുഗലിന് അർമേനിയക്കെതിരെ. സസ്പെൻഷനിലുള്ള സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കില്ല. ഇറ്റലിയെ നേരിടുന്ന നോർവേയും യോഗ്യതയ്ക്കരികെ. ഫ്രാൻസിനും ഇംഗ്ലണ്ടിനും ഇന്ന് മത്സരം.